ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. നമ്മൾ ഈ PSC ആസ്പിരൻസിന് പൊതുവെ ഒരു സ്വഭാവമുണ്ട്. ചരിത്രം ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ പറയും, ഭൂമിശാസ്ത്രം ചോദിച്ചാലും നമുക്ക് പറയാൻ പറ്റും, ഭരണഘടനയാണെങ്കിൽ നമ്മൾ പുലിയായിരിക്കാം. പക്ഷേ ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ, പരീക്ഷാ ഹാളിൽ ചോദ്യപേപ്പർ തുറക്കുമ്പോൾ അത് നമ്മളെ നോക്കി ഇളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ CA എന്ന് പറയുന്നത് ആമസോൺ കാട് പോലെയാണ്. എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നോ എവിടെയാണ് അവസാനിക്കുന്നത് എന്നോ ഒരു പിടുത്തവും ഉണ്ടായില്ല. നമ്മൾ വിചാരിക്കും ഇന്നലെ നടന്ന കാര്യം ചോദിക്കുമെന്ന്. പക്ഷേ PSC ചോദിക്കുന്നത് 3 കൊല്ലം മുമ്പ് ഏതോ ഒരു രാജ്യത്ത് നടന്ന ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. അതോടെ നമ്മുടെ പണിപാളും. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ഈ CA പഠിക്കാൻ എന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ എന്ന രീതിയിൽ. സത്യം പറഞ്ഞാൽ ഇത് പഠിക്കാൻ ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ വല്ല മന്ത്രവാദമോ ഒന്നും വേണ്ട. വേണ്ടത് കൃത്യമായ പ്ലാനിങ് മാത്രമാണ്. 2026 പരീക്ഷകളെ ലക്ഷ്യം വെച്ച് പഠിക്കുന്ന നമ്മൾ എങ്ങനെയാണ് ഈ CA കടമ്പ കടക്കുക? അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, ഈ ചാനൽ കണ്ടു മാത്രം പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അടിച്ചു പൊടിച്ചേക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 CA സ്ട്രാറ്റജികളെ കുറിച്ചാണ്. ഇതിൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അവാർഡുകളുണ്ട്, ടെലഗ്രാം ട്രിക്കുകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ CA പേടി മാറ്റാനുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ആ നിഗൂഢ ലോകത്തേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. സോ ഡിയർ PSC ആസ്പിരൻറ്റ്, അപ്പോൾ നമുക്ക് മെയിൻ പരിപാടിയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് 2026 ജനുവരിയിലാണ്. നമ്മുടെ കൺമുൻപിൽ ഒരുപാട് പരീക്ഷകൾ വരാനുണ്ട്. ഈ സമയത്ത് പലരും ചോദിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയാമോ? ഇന്നലെ നടന്ന കാര്യം പഠിച്ചാൽ മതിയോ എന്ന്. എൻ്റെ പൊന്നു കുട്ടികളെ, PSC എന്ന് പറഞ്ഞാൽ പഴയ PSC അല്ല. PSC പരീക്ഷയ്ക്ക് അവരിപ്പോൾ CA ചോദിക്കുന്നത് തന്നെ ഒരു ടൈം മെഷീനിൽ കയറി പോകുന്നത് പോലെയാണ്. 2026 പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ 3 കൊല്ലത്തെ ഡാറ്റ കയ്യിൽ വെക്കണം. അത് എങ്ങനെയാണെന്ന് ഞാൻ സിമ്പിളായി പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം 2025 ആണ്. 2025 എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ടാർഗറ്റ് ആയിരിക്കണം. ആ വർഷം നടന്ന സകല അവാർഡുകൾ, പുതിയ നിയമങ്ങൾ, കായിക വിശേഷങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഉണ്ടായിരിക്കണം. കാരണം 2026 പരീക്ഷകളിലെ 60 തൊട്ട് 70% CA ചോദ്യങ്ങളും വരാൻ പോകുന്നത് 2025 നിന്നായിരിക്കും. അതേപോലെ തന്നെ 2026 കാര്യം പറയുകയാണെങ്കിൽ പരീക്ഷ നടക്കാൻ പോകുന്നതിന് കൃത്യം 5 അല്ലെങ്കിൽ 6 മാസം മുൻപുള്ള കാര്യങ്ങൾ പക്ക ആയിരിക്കണം. ഉദാഹരണത്തിന് ജൂണിലാണ് പരീക്ഷയെങ്കിൽ ജനുവരി മുതൽ മെയ് വരെയുള്ള കാര്യങ്ങൾ വെള്ളം പോലെ പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് തൊട്ട് മുൻപുള്ള മാസം നടന്ന കാര്യങ്ങൾ വരെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അവിടെയാണ് പലർക്കും പണിപാളുന്നത്. അവസാനം നമുക്ക് നമ്മുടെ 2024 പോകാം. അതൊക്കെ പഴയതല്ലേ എന്ന് വിചാരിക്കരുത്. 2024 നടന്ന വളരെ പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ ഉണ്ടാകുമല്ലോ. ഉദാഹരണത്തിന് ഒളിമ്പിക്സോ വേൾഡ് കപ്പോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് വലിയ പദ്ധതികളോ അങ്ങനെയുള്ള മെയിൻ സംഭവങ്ങൾ മാത്രം ഒന്ന് കണ്ണോടിച്ച് വിടുക. ചുരുക്കി പറഞ്ഞാൽ 2025 കെട്ടിപ്പിടിച്ച് പഠിക്കുക, 2024 ഇടയ്ക്കിടെ ഒന്ന് നോക്കുക, 2026 എന്ത് നടന്നാലും അത് അപ്പോൾ തന്നെ തലയിൽ കയറ്റുക. ഈ ഒരു 3 ഇയർ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ പരീക്ഷാ ഹാളിൽ ചോദ്യം കാണുമ്പോൾ ഇതൊക്കെ എപ്പോൾ നടന്നു എന്ന് അന്തം വിട്ടിരിക്കേണ്ടി വരാത്ത അവസ്ഥ ഉണ്ടാകുമോ? പലരും ലാസ്റ്റ് മിനിറ്റിൽ 6 മാസത്തെ CA ക്യാപ്സ്യൂൾ വാങ്ങി വിഴുങ്ങാൻ നോക്കും. അത് പരീക്ഷാ ഹാളിൽ ചെന്ന് ഛർദ്ദിക്കാനേ ഉപകരിക്കും. ഡെയിലി അപ്ഡേറ്റഡ് ആവുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി. അത് എങ്ങനെ സ്മാർട്ടായി ചെയ്യാം എന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. ഇനി നമുക്ക് ഞാൻ CA പഠിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസിനെ പറ്റി സംസാരിക്കാം. പലരും പരീക്ഷ എടുക്കുമ്പോൾ കടയിൽ പോയി കറണ്ട് അഫയേഴ്സിനുള്ള സ്പെഷ്യൽ റാങ്ക് ഫയൽ ഉണ്ടോ എന്ന് തിരക്കി നടക്കുന്നത് കാണാം. എൻ്റെ പൊന്നു പിള്ളേരെ, എന്തിനാ വെറുതെ കാശ് കളയുന്നത്? നമ്മുടെ കയ്യിൽ PSCയുടെ സ്വന്തം PSC ബുള്ളറ്റിൻ ഉണ്ടല്ലോ. ഈ സാധനം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എങ്ങോട്ടും നോക്കേണ്ട. ഈ 2026 ജനുവരി 1 ഇറങ്ങിയ PSC ബുള്ളറ്റിനിൽ അത് ഒരു നിധിയാണ്. അത് 2025 നടന്ന സകലമാന കറണ്ട് അഫയേഴ്സും PSC തന്നെ ആ ലക്കത്തിൽ ക്രോഡീകരിച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ആര് വായിക്കുമെന്ന്. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ചോദ്യം ഇടുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് ഈ PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 2026 ജനുവരി 1 ലക്കം PSC ബുള്ളറ്റിൻ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് സംഘടിപ്പിക്കുക. അത് ഒന്ന് മര്യാദയ്ക്ക് വായിച്ച് പഠിച്ചു തീർത്താൽ 2025 CAയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സമാധാനം കിട്ടും.
പലരും റാങ്ക് ഫയൽ വാങ്ങി അതിലെ ആയിരക്കണക്കിന് പേജുകൾ കണ്ട് പേടിച്ച് പഠിത്തം നിർത്തും. എന്നാൽ ബുള്ളറ്റിനിൽ കാര്യങ്ങൾ കൃത്യമായി പോയിൻ്റായി കൊടുത്തിട്ടുണ്ടാകും. അത് വായിക്കുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വൊക്കാബ് സ്പീഡിയോ പോലുള്ള ടെലഗ്രാം ചാനലുകൾ കൂടി ഉണ്ടെങ്കിൽ സംഗതി ഉഷാറായി. റാങ്ക് ഫയൽ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ CA പോലെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിന് സ്റ്റാറ്റിക്കായ ഒരു പുസ്തകത്തേക്കാൾ എപ്പോഴും നല്ലത് ഇത്തരം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളാണ്. കാശും ലാഭിക്കാം, കൃത്യമായ വിവരം കിട്ടുകയും ചെയ്യും. ഒരു സ്മാർട്ട് PSC പഠിതാവ് എപ്പോഴും അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അതുകൊണ്ട് ഇനി മുതൽ CA റാങ്ക് ഫയൽ എന്ന് പറഞ്ഞ് ആരും നടക്കരുത്. ബുള്ളറ്റിൻ എടുക്കുക, അതിലെ പോയിന്റുകൾ മാർക്ക് ചെയ്യുക, അത് റിവിഷൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അവാർഡുകളുടെ കഥയാണ്. അവിടെയാണ് PSC ഇപ്പോൾ പുതിയ തഗ്ഗുകൾ ഇറക്കുന്നത്. അത് എന്താണെന്ന് നോക്കാം. വ്യത്യസ്തമായ അവാർഡുകൾ PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പണ്ട് വളരെ സിമ്പിളായിരുന്നു ക്വസ്റ്റ്യൻസ്. അതായത് ഈ വർഷത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കും. നമ്മൾ പറയും, ഉത്തരം എഴുതും, മാർക്ക് വാങ്ങും, വീട്ടിൽ പോകും. പക്ഷേ ഇപ്പോൾ സീൻ ആകെ മാറി. ഇപ്പോൾ PSC ചോദിക്കുന്നത് ആദ്യമായി ഈ അവാർഡ് കിട്ടിയത് ആർക്ക്, ഏത് വർഷമാണിത് കൊടുത്തു തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ അവാർഡ് തുക എത്രയാണ് എന്നൊക്കെ. അതായത് അവാർഡ് കിട്ടിയ ആളുടെ പേര് മാത്രം പഠിച്ചാൽ പോരാ, ആ അവാർഡിൻ്റെ മൊത്തം തറവാട്ട് മഹിമ അല്ലെങ്കിൽ ഹിസ്റ്ററി കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പരീക്ഷകൾക്ക് ഇത്തരത്തിലുള്ള അവാർഡുകളിൽ നിന്ന് പലപ്പോഴും പ്രസ്താവന രീതിയിലുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അവാർഡിനെ കുറിച്ച് 3 കാര്യങ്ങൾ തരും. എന്നിട്ട് പറയും ഇതിലേതാണ് തെറ്റ്, അല്ലെങ്കിൽ ഇതിൽ ശരിയായത് കണ്ടെത്തൂ. അവിടെയാണ് നമ്മൾ വാ പൊളിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് ഏതൊരു അവാർഡ് പഠിക്കുമ്പോഴും അതിൻ്റെ ആദ്യ ജേതാവിനെയും പ്രാധാന്യത്തെയും പറ്റി ഒരു സൈഡ് നോട്ട് കൂടി എഴുതി വെച്ചോ. ഇല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ ഈ അവാർഡ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് അവാർഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. PSC കറണ്ട് അഫയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് ബഹിരാകാശം എന്ന് പറയുന്നത്. ISRO, DRDO ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി നല്ല അറിവുണ്ടാക്കി വെക്കുക. ISROയും DRDOയും എന്തെങ്കിലുമൊക്കെ എപ്പോഴും വിക്ഷേപിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കും അതൊക്കെ സയൻസ് അല്ലേ എന്ന്. പക്ഷേ കറണ്ട് അഫയേഴ്സിൽ ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. 2024-25 വർഷങ്ങളിലെ ഗഗൻയാൻ അപ്ഡേറ്റുകൾ, ചന്ദ്രയാൻ്റെ തുടർച്ചയായ ദൗത്യം, ഇതൊക്കെ കൃത്യമായി പഠിക്കണം. വെറുതെ പേര് പഠിച്ചാൽ പോരാ, അത് കൊണ്ടുപോയ റോക്കറ്റിൻ്റെ പേര് പഠിക്കണം. ഉദാഹരണത്തിന് LBM-3 പോലുള്ളവ. പിന്നെ നമ്മുടെ സ്വന്തം പ്രതിരോധ മേഖലയിലെ പുതിയ മിസൈലുകൾ, ഡ്രോണുകൾ മുതലായവയെ പറ്റിയും നല്ലൊരു അറിവ് ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ 2026 പരീക്ഷയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇതൊക്കെ പഠിക്കുമ്പോൾ ഒരു കുഞ്ഞു ചാർട്ട് ഉണ്ടാക്കി വയ്ക്കുക. ഏത് റോക്കറ്റ് എപ്പോൾ പോയി, എന്തിനു പോയി എന്നുള്ളത്. ഇത്രയും ഉണ്ടെങ്കിൽ സ്പേസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന CAയിൽ നമ്മൾ പുലിയായി മാറുകയാണ്. CA പഠിക്കുന്നതിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സെക്ഷനാണ് ടെലഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ഫോണിൽ വെറുതെ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ട് സമയം കളയാതെ വൊക്കാബ് സ്പീഡിയോ പോലുള്ള ടെലഗ്രാം ചാനലുകൾ ഒന്ന് കയറി നോക്കുക. അവിടെ ദിവസവും CA അപ്ഡേറ്റുകൾ നടത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ വെറുതെ ബസ്സിലിരിക്കുമ്പോഴോ ചായ കുടിക്കുമ്പോഴോ 1-2 മിനിറ്റ് എടുത്ത് അതൊന്ന് വായിച്ചു നോക്കുക. ഇത്തരം ചാനലുകൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എൻറ്റയർ CA നമ്മുടെ തലയിൽ പെട്ടെന്ന് കയറും. പിന്നെ ഒരു മെയിൻ പരിപാടിയുണ്ട്. മാസാവസാനമാകുമ്പോൾ ഈ ചാനലുകൾ ഒരു മന്ത്ലി CA PDF വരും. അതും വെറുതെ ഫോണിലിട്ടേക്കരുത്. ഫോണിലുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറക്കില്ല. നേരെ ഏതെങ്കിലും DTP സെൻറ്ററിൽ പോയി ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. ആ കറുത്ത മഷിയിൽ പ്രിൻ്റ് വന്ന സാധനം കയ്യിലിരിക്കുമ്പോൾ നമുക്കൊരു ആവേശം തോന്നും. അതിൽ മാർക്ക് ചെയ്ത് പഠിക്കുക. മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ചെയ്താൽ റിവിഷൻ എന്ന കടമ്പ നിങ്ങൾ പുഷ്പം പോലെ കടക്കും. കറണ്ട് അഫയേഴ്സ് എന്നതിനെ ഭാരമായി കാണാതെ ഒരു വിനോദമായി കണ്ട് പഠിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. 2026 ഒരു സർക്കാർ ജോലി എന്ന നിങ്ങളുടെ സ്വപ്നത്തിൽ ഈ CA ഒരു വില്ലനാകാതിരിക്കാൻ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. CA പഠനം ഒരു തപസ്യൊന്നുമല്ല, പക്ഷേ അത് എല്ലാ ദിവസവും ചെയ്യണം. പരീക്ഷയുടെ തലേ ദിവസം എന്ന് നോക്കാമെന്ന് വെച്ചാൽ അന്ന് പണി കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്കായിട്ട് CA എങ്ങനെയാണ് പഠിക്കുന്നതെന്നും നിങ്ങളുടെ മണ്ടത്തരങ്ങളും അനുഭവങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്തോളൂ.
അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. പോയിരുന്ന് പഠിക്കും പിള്ളേരെ. ബായ്.